ഒമാനില് പള്ളിയിലേക്ക് الله أكبر كبيرا الله أكبر كبيرا والحمد لله ഇന്നത്തെ പെരുന്നാൾ നിസ്കാരം ഒമാനിലാണ്. ഇതാണ് പള്ളി. ഇപ്പോൾ നിസ്കാരം സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ ഒരു 5:50 6 മണിക്കുള്ളിൽ തന്നെ നിസ്കാരം സ്റ്റാർട്ട് ചെയ്തു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഇപ്പോൾ നമ്മൾ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിന് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കണം. 6 മണിക്കായിരുന്നു ഇവിടെ നിസ്കാരം കേട്ടോ. ഷാർജയിൽ കുറച്ചുകൂടി നേരത്തെയാണ് നമസ്കാരം. രാവിലെ തന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും നമ്മളും. ഇത് സൂപ്പല്ല, ഇത് ജ്യൂസാണ്. ഇത് സൂപ്പ് പിടിക്കുന്ന സാധനല്ലേ. വേറെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മള് ഒഫീഷ്യലായിട്ട് നമ്മളൊന്നും പറയാനായിട്ട് കാര്യമില്ല. ഇതെല്ലാം നോക്കി ചായ എടുത്തിട്ട് ഇത് ഇങ്ങനൊന്നല്ല. ഇത് ഇങ്ങനൊന്നല്ല. ഇതിന് സൂപ്പല്ല വയ്ക്കണേ. അല്ല ഇത് നല്ല ചെമ്പിലെടുക്കുന്നല്ലേ. ഒരു കാര്യമുണ്ട്, ഇതാരും കണ്ട് തെറ്റിദ്ധരിക്കേണ്ട ഒന്നും ഇല്ലാത്തോണ്ടാണ്. ഇതെന്ത് ഇത് നല്ല ചെമ്പിലെടുക്കുന്നല്ലേ. ചായ ഇങ്ങനെ എടുത്തിട്ടുണ്ട് പോക്കണ്ട. അങ്ങനെ ഇന്നലെ രാത്രി നമ്മളിവിടെ എത്തി. ഹോട്ടലിൽ സ്റ്റേ ചെയ്തു, റെസ്റ്റൊക്കെ എടുത്ത്. ഇന്ന് ഡേ 2 ആണ്. അപ്പോൾ 2ാമത്തെ ദിവസത്തെ ഒമാനിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു NMCV ഫൈൻഡർ. ദിസ് ഈസ് നാഫൽ. ഇത് പെരുന്നാളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ. പിന്നെ രാവിലെ 5 മണിക്ക് നമ്മൾ പള്ളിയിലൊക്കെ പോയി. പിന്നെ 6 മണിക്കാണ് പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എവിടെ നോക്കിയാലും മലയാണ് ഒമാനിൽ. അടിപൊളി റൂം കൂട്ടിയാണ് കേട്ടോ. നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്, പിന്നെ ഇലക്ട്രിക് സ്റ്റൗ ഉണ്ട്, ഓവനുണ്ട്, ഫ്രിഡ്ജ്, ഒരു അപ്പാർട്ട്മെൻറ്റ് പോലത്തെ ഒരു സാധനം. ക്യാമറമാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാമറമാൻ ശശി. ഡേ 2 എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് ഒമാൻ. വണ്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മറ്റേ വണ്ടിയിൽ നിന്നും ഇപ്പുറത്തെ വണ്ടിയിലേക്ക് സാധനങ്ങൾ മാറ്റുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ജിമ്മാണ്, വെറുതെ തന്നെ ജിമ്മിനയക്കുന്നത്. പെരുന്നാൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയാണ് മസ്കറ്റിൽ MRAയിൽ വന്നിട്ടാണ്. ഇതാണ് ഇവിടുത്തെ MRA റെസ്റ്റോറൻറ്റ്. നമ്മുടെ നാട്ടിൽ പഴയങ്ങാടി, കണ്ണൂർ പഴയങ്ങാടിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ റേറ്റ് കേട്ടോ. ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി. ലെഫ്റ്റിലേക്ക് നോക്ക്. നാട്ടിലെത്തിയൊരു ഫീലില്ലേ MRA കയറിയപ്പോൾ. പക്ഷെ ഒമാൻ നാടൊന്നല്ല, എന്തും ചെയ്യാം.
നമ്മുടെ മട്ടൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ഒമാൻ്റെ ഒരു ട്രഡീഷണൽ ഫുഡാണ് ഈ സാധനം. ചിക്കൻ ഷൂ, ചിക്കൻ മട്ടൺ, പിന്നെ ക്യാമൽ ഒട്ടകെല്ലാം വരുന്നുണ്ട്. ഷൂവ നമ്മൾ എന്തായാലും MRN ട്രൈ ചെയ്തില്ല, വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്ത്. നമ്മൾ MRN സ്പെഷ്യൽ ബിരിയാണിയാണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. ബിരിയാണിക്ക് മുമ്പായിട്ട് ഇലയും പ്ലേറ്റൊക്കെ വന്നിട്ടുണ്ട്. എന്തോ ഒരു സാധനം അങ്ങോട്ട് പോയല്ല. MRAയിൽ ഇന്ന് ഈദായതുകൊണ്ട് സ്പെഷ്യലായിട്ടുള്ളത് മട്ടൻ ബിരിയാണിയാണ്, മട്ടൻ്റെ ലെഗ് പീസ്. അപ്പോൾ അതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. കൂട്ടത്തിൽ ഒരു ചിക്കൻ ലഗോൺ ബിരിയാണിയും കൂടി പറഞ്ഞിട്ടുണ്ട്. ലഗോൺ ബിരിയാണി, മട്ടൻ ബിരിയാണി നമ്മൾ ട്രൈ ചെയ്തിട്ട് ഒരു സ്പൂൺ ഇടാം. നമ്മളെ ലഗോൺ ബിരിയാണി കുറച്ചൊന്ന് സൈഡാക്കാം. മട്ടൻ ബിരിയാണി പീസ് ആ ഓക്കെ. മട്ടൻ ബിരിയാണിയില്ലേ, മട്ടൻ്റെ ലെഗ് ഒന്നുമില്ല ബാക്കി. മട്ടന്റെ ചിറക യുദ്ധം കഴിഞ്ഞു. മട്ടനും ചിക്കനൊക്കെ ഓടിക്കടിച്ച് ഗ്രൗണ്ട്. അങ്ങനെ ഒമൻ പ്രൂവിൽ നിന്ന് MRAയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇത് അവിടുത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. കറങ്ങി നമ്മൾ നാഷണൽ മ്യൂസിയത്തിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. മസ്കറ്റിൽ ആണ് നാഷണൽ മ്യൂസിയം. ക്ഷീണിക്കാവശ്യരായിരിക്കുന്ന ടൂറിസ്റ്റുകൾ. ക്ഷീണം പിടിച്ചില്ലേ? അല്ല, വണ്ടി എടുത്തിട്ട് കടലിന്റെ സൈഡിൽ കൂടി കറങ്ങരുത്. ഇപ്പം വണ്ടി എടുത്തിട്ട് കടലിന്റെ സൈഡിൽ കൂടി കറങ്ങാന്നുള്ളത്. അതായത് ഈ സ്ഥലത്തിന്റെ പേര് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു ഉറക്കത്തിൻ്റെ ഫീലൊക്കെ വന്നു. അപ്പോൾ നമ്മൾ ഒന്ന് വണ്ടി എടുത്തിട്ട് പ്രൂവി അതുപോലെ തന്നെ കോർണിഷ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഷിപ്പുകളെല്ലാം സൈഡിലേക്ക് കൂടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഷിപ്പാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഇറാനാട്ടാ. ഇവിടെ ഒമാൻ കോർണിഷിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഷിപ്പെല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് അടിച്ചു കുടിക്കേണ്ട പരിപാടി ഇതാ. ടേസ്റ്റ് ഓഫ് മസ്കറ്റ് എന്നൊരു ജ്യൂസ് കുടിക്കണം. നമ്മുടെ കയ്യിൽ UAE ദിർഹംസ് മാത്രമേ ഉള്ളൂ, ഒമാൻ റിയാൽ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ജോയ് ആലുക്കാസിൻ്റെ എക്സ്ചേഞ്ചിൽ വന്നിട്ടാണ് ഉള്ളത്. കുറച്ച് ദിർഹംസ് കൊടുത്തിട്ട് റിയാലാക്കിയിട്ട് മാറ്റണം. അങ്ങനെ നമ്മൾ ദിർഹംസ് മാറ്റി ഒരു കെട്ട് ഒമാനി റിയാലുമായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ജോയ് ആലുക്കാസ് എന്നാണ് മാറ്റി കേട്ടോ. ഈ ഏരിയക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ലോകത്തിലെ ഒട്ടുമിക്ക ഷിപ്പുകളും വന്ന് നിൽക്കുന്നൊരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ മിക്ക കറൻസികളും ഇവിടെയുള്ള ഓരോ ചെറിയ ഷോപ്പുകളിലും എടുക്കും. മാത്രമല്ല നമ്മൾ ആ കറൻസികൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ച് ബാലൻസ് തരാൻ ഒമാനി റിയാലാണ്. അതുകൊണ്ട് തന്നെ കറൻസി നമ്മുടെ കയ്യിൽ ഏതുണ്ടെങ്കിലും കുഴപ്പമില്ല. സാധാരണ ഷോപ്പുകളിൽ ഒരു റിയാലിൻ്റെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ വാങ്ങിക്കുന്നത് 10 UAE ദിർഹംസാണ്.
അപ്പോൾ വീഡിയോ ലെങ്ത് കൂടിയതുകൊണ്ട് തന്നെ ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം NMC വിഫെൻഡർ ഒമാനിൽ നിന്നും.